ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ മാജിക് മൂഡ് ടാറ്റ് റീഡിംഗ് ബൈ അമ്മു. സോ ഇന്ന് നമ്മുടെ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പോഴും പറഞ്ഞ പോലെ ചാനൽ റീഡിംഗ് ആണ്, നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്ന മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക. ചാനൽ റീഡിംഗ് ബേസ് ചെയ്ത് ആരും ആക്ഷൻ എടുക്കാൻ നിൽക്കരുത്. നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ദ കറണ്ട് എനർജി ഓഫ് യുവർ പേഴ്സൺ ചാറ്റ് ഇസ് റിവേഴ്സ്. വി ഹാവ് ദ പേജ് ഓഫ് പെൻഡക്കിൾസ്. ബോട്ടം ഓഫ് ദ ഡെക്ക് എന്ന് പറയുന്നത് ദ ജസ്റ്റിസ് കാർഡാണ്. ഓക്കെ, ആദ്യം തന്നെ പറയാമെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങളിൽ ഡബിൾ മൈൻഡായിട്ട് നിൽക്കുക, ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത അവസ്ഥ, ഇതിലൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ അതൊക്കെ മാറി വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. കാരണം എപ്പോഴും ഈ ഒരു ഡബിൾ സ്റ്റാൻഡിൽ നിന്നാൽ ശരിയാവില്ല, അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കാതിരുന്നാൽ ഈ ഒരു വ്യക്തി അവിടെ തീരുമാനിച്ച് നിൽക്കുന്നതേ ഉണ്ടാവുള്ളൂ, അല്ലാതെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു കാര്യമായിട്ടുള്ളൊരു മാറ്റമൊന്നുമില്ല എന്നുള്ള രീതിയിലൊക്കെ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് കൂടുതൽ ഒരു നീതി അർഹിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നമുക്കിവിടെ ജസ്റ്റിസ് കാർഡാണ് കിട്ടിയിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഈ ഒരു നീതി എന്ന് പറയുന്നത് നിങ്ങൾ അർഹിക്കുന്നതാണ്. നിങ്ങളോട് പല തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, പല കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അത് ഈ ഒരു വ്യക്തിയുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് പറഞ്ഞു പോയ ഒരുപാട് കള്ളങ്ങളുണ്ട്. അതുപോലെ തന്നെ വേണമെന്ന് വിചാരിച്ച് പറഞ്ഞ ഒരുപാട് കള്ളങ്ങളും ഉണ്ട്. ഓക്കെ, രണ്ട് തരത്തിലും ഇവിടെ കാണിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു കാലത്ത് നിങ്ങളോട് കള്ളം പറഞ്ഞതിന് റിഗ്രറ്റ് അടിക്കുകയോ അല്ലെങ്കിൽ അത് വിഷമിക്കുകയോ ചെയ്യാത്ത ഒരു വ്യക്തിക്ക് അന്നത്തെ ആ ഒരു കർമ്മ കിട്ടുന്നത് ഈ ഒരു ടൈമാണ്. കാരണം വളരെയധികം ഓർമ്മയാണ് ഉണ്ടാകുന്നത്. എന്ത് ചെയ്യണമെന്നറിയാതെ ആ ഒരു വ്യക്തി അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്തത്, അല്ലെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തത്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് ഈ ഒരു രീതിയിലുള്ള ഒരു ശിക്ഷ ഡിസേർവ്ഡ് ആണ്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് ഒരു ശിക്ഷ കിട്ടണം എന്നൊക്കെ വിചാരിച്ച് ഒരുപാട് പേര് മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. കൂടുതലും നീതി, അല്ലെങ്കിൽ എനിക്ക് കിട്ടേണ്ട നീതി എനിക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ കിട്ടണം, കാരണം ഞാൻ ഈ ഒരു റിലേഷൻഷിപ്പിൽ 100% ലോയലാണ് അല്ലെങ്കിൽ സത്യസന്ധമായിട്ടാണ് നിന്നത്, ഞാൻ ഒരാളുടെ ഫീലിങ്സ് വെച്ച് കളിച്ചിട്ടില്ല എന്ന് നിങ്ങൾക്ക് 100% പലർക്കും അത് അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എന്നാൽ അതിൻ്റെ ഒരു പകുതി പോലും വ്യക്തിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല, ഞാൻ ഈ ഒരു റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ഒരിക്കൽ കള്ളമൊന്നും പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങളോട് എപ്പോഴും സത്യസന്ധമായിട്ടാണ്, പല കാര്യങ്ങളും ഒളിപ്പിച്ച് വെച്ച് നിന്ന ഒരു റിലേഷൻഷിപ്പാണ് എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പ് തുടങ്ങണം എന്നുള്ളത് വ്യക്തിയുടെ ആഗ്രഹമാണ്. പക്ഷേ എപ്പോഴും ഒരേപോലെ അല്ലെങ്കിൽ എപ്പോഴും നടക്കുന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കുക, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് ആദ്യം തന്നിട്ടുണ്ടാകും, പിന്നെ ആ ഒരു വ്യക്തിയുടെ ആവശ്യമുള്ള സമയത്ത് മാത്രം തരുന്ന രീതിയിൽ, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് എപ്പോൾ നിങ്ങളോട് സംസാരിക്കണം തോന്നുന്നു അപ്പോൾ മാത്രം ഒരു കമ്മിറ്റ്മെൻറ്റ് തരുന്ന രീതിയിലൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകാം. അതിൽ നിന്നൊരു മാറ്റം വേണം എന്നുള്ള രീതിയിലായതുകൊണ്ടായിരിക്കാം നിങ്ങൾ കുറച്ചൊരു ഡിസ്റ്റൻസ് പാലിച്ചത് എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട്. നമുക്കിനി ഓരോ കാർഡ്സും ക്ലാരിഫൈ ചെയ്ത് നോക്കാം. എക്സ്പ്ലെയിൻ ദ ചാരിയറ്റ് റിവേഴ്സ്, ദി 8 ഓഫ് പെൻഡക്കിൾസ്. ഓക്കെ, വ്യക്തിക്ക് ഇവിടെ ഒരു ഡബിൾ തീരുമാനം, അല്ലെങ്കിൽ രണ്ട് സ്റ്റാൻസിൽ, അല്ലെങ്കിൽ ഒരു തീരുമാനമില്ലാത്ത രീതിയിലൊക്കെ നിൽക്കുന്ന അവസ്ഥയിലാകും. ഇവിടെ പറയാന്നുണ്ടെങ്കിൽ വ്യക്തിക്ക് ഒരു അല്ലെങ്കിൽ രണ്ട് വഞ്ചിയിൽ കാല് വെക്കുന്ന സമയത്ത് വ്യക്തിയുടെ സമാധാനമാണ് ഇല്ലാതാവുന്നത്. കാരണം എന്ന് വെച്ചാൽ ഉറക്കമില്ലാത്ത സമയം, അല്ലെങ്കിൽ ഉറക്കമില്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ പുറമെ ഈ ഒരു വ്യക്തിക്ക് ആഘോഷിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും മനസ്സുകൊണ്ട് വ്യക്തി അവിടെ ഇല്ലാത്തൊരവസ്ഥ. എന്ന് വെച്ചാൽ അവരുടെ തോട്ട് എന്ന് പറയുന്നത് പല രീതിയിലും തെറ്റ് ചെയ്തതിനെ കുറിച്ച് ഓർക്കുകയാണ്, അതുപോലെ തന്നെ നിങ്ങളോട് ചെയ്തത് ഓർക്കുകയാണ്. പക്ഷെ ഒരു ആക്ഷൻ എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് പോകെ ഓരോ കാർഡ്സ് വഴി നമുക്ക് നോക്കാം. പക്ഷേ ഈ ഒരു വ്യക്തി ഇപ്പോഴും പല കാര്യങ്ങളും ഹൈഡ് ചെയ്ത് വെച്ച് നിങ്ങളുടെ അടുക്ക വരണം എന്നുള്ളതാണ് കാണിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ചിലപ്പോൾ ഈ ഒരു വ്യക്തി അല്ലെങ്കിൽ മൊത്തം പറഞ്ഞാൽ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നോ കോണ്ടാക്റ്റിലേക്ക് പോവുമോ അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്ത് പോവുമോ എന്നുള്ള ചെറിയൊരു പേടിയൊക്കെ വ്യക്തിയുടെ മനസ്സിലുണ്ടാവുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചൊരു ഡിസ്റ്റൻസ് വെച്ച്, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് നാൾ നോക്കി, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കുന്നു, നിങ്ങളുടെ അല്ലെങ്കിൽ സന്തോഷങ്ങൾ പുറമെ നിങ്ങളും ചിലപ്പം വിഷമം ഉണ്ടെങ്കിൽ അതൊന്നും കാണിച്ച് നിൽക്കാതെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോകുന്നുണ്ടാകാം. അതൊക്കെ വ്യക്തി ആലോചിച്ച് നിൽക്കുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത്ര പെട്ടെന്ന് മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള രീതിയിലൊക്കെ വ്യക്തി ചിന്തിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളെ വിട്ട് ആദ്യം പോയ സമയത്ത് വലിയ രീതിയിലുള്ള അല്ലെങ്കിൽ ഒരു റിയാക്ഷനോ, അല്ലെങ്കിൽ നിങ്ങൾ പോയാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ നിങ്ങളൊരു ഓപ്ഷൻ പോലെ ട്രീറ്റ് ചെയ്ത് നിങ്ങളെ മാറ്റി നിർത്തിയതായിട്ടുള്ള ഒരു സിറ്റുവേഷനൊക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിക്ക് ഒരിക്കലും കംപ്ലീറ്റ് ആയിട്ട് മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള രീതി കാണിക്കുന്നുണ്ട്. കാരണം ഈ ഒരു റിലേഷൻഷിപ്പിൽ എത്രത്തോളം നിങ്ങൾ ജെന്യൂൻ ആണെന്നും സത്യസന്ധതയായിട്ടാണ്
സത്യസന്ധതാപൂർവ്വമാണ് നിങ്ങൾ ഒരു ഈ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത് എന്നുള്ളതൊക്കെ വ്യക്തി ഓർക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഈ ഒരു സമയം വല്ലാതെ ആ ഒരു വ്യക്തിയെ ആ ഒരു നിങ്ങളിലേക്ക് അടുപ്പിക്കുന്ന രീതിയിലുള്ള ഒരു എനർജി വരുന്നതും ആ ഒരു സിറ്റുവേഷനിലാണ് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. പലർക്കും ഒരു മെഡിറ്റേഷൻ വഴി, മെഡിറ്റേറ്റ് ചെയ്യുന്നവരാണെങ്കിൽ മെഡിറ്റേഷൻ വഴി ഒരുപാട് ക്ലൂസ് ഒക്കെ കിട്ടുന്നുണ്ടാവും. ചിലപ്പോൾ അതേപോലത്തെ എനർജി ആ ഒരു വ്യക്തിയെക്കുറിച്ച് ഒരു കോണ്ടാക്റ്റ് ഒന്നും ഇല്ലാതെ കുറേ നാളായെങ്കിൽ പോലും ചില സാഹചര്യങ്ങളിൽ നിങ്ങളും സ്റ്റക്കുകളാണ്, അല്ലെങ്കിൽ ഒരുപാട് നാളായി ആ ഒരു വ്യക്തിയുമായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ല. ചിലപ്പോൾ സ്റ്റോക്കിംഗ് ഒക്കെ ഉണ്ടാകും. അതല്ലാത്ത കാര്യം, സ്റ്റോക്കിംഗ് ചെയ്ത് നിങ്ങളുടെ ഹീലിംഗ് പ്രോസസ്സ് വളരെ സ്ലോ ആക്കരുത് എന്നുള്ളതാണ് പറയാനുള്ളത്. അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് ഒരു തിരിച്ചറിവ് ചെയ്ത് അല്ലെങ്കിൽ ട്രാൻസ്ഫോം ചെയ്ത് വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത്രയ്ക്കും ആ ഒരു വ്യക്തിയെ തന്നെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ടൈം പീരീഡാണ് കൊടുക്കുക. കാരണം എന്ന് വെച്ചാൽ ആ ഒരു വ്യക്തിക്ക് എന്താണോ നഷ്ടപ്പെട്ടത് എന്നറിയാനുള്ള ഒരു ടൈം പീരീഡ് പലരെയും സംബന്ധിച്ച് കാണിക്കുന്നത്. ഇവിടെ ഇപ്പോഴും പലരും ഒരു മെച്യൂരിറ്റി അല്ലാത്തൊരു എനർജിയിലൊക്കെ കണ്ടിട്ടുണ്ടാകാം. ചിലപ്പോഴൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഞാനിത് എന്തായാലും മുന്നോട്ട് പോകാൻ വേണ്ടി എഫേർട്ട് എടുക്കും എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് പകുതി വഴിക്ക് വെച്ച് അല്ലെങ്കിൽ നോക്കാം നമുക്ക് പോകുന്ന വഴി അല്ലെങ്കിൽ പോകുന്നത്ര വരെ നമുക്ക് നോക്കാം എന്നുള്ള രീതിയിൽ ഒരു അല്ലെങ്കിൽ ഇല്ലാത്ത കാരണങ്ങൾ പറഞ്ഞ് ഒഴിവാക്കിയിട്ടുണ്ടാകും. പലർക്കും അതൊരു കാസ്റ്റ് പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ ജോലി പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ നിന്നെ നോക്കാനുള്ള ഒരു ജോലി എനിക്കായിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാകാം എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും വ്യക്തിക്ക് ഒരു കമ്മിറ്റ്മെൻറ്റിനെക്കാട്ടും കൂടുതൽ ഇവിടെ നിങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ നടക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഇത്രയും മുന്നോട്ട് പോകുന്നത്, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി ഇല്ലാതെ അത്രയും ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരു എനർജി ആയിരിക്കാം നിങ്ങളുടെ എനർജി. കാരണം എന്ന് വെച്ചാൽ ആ ഒരു വ്യക്തി ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നതും അല്ലെങ്കിൽ ആ ഒരു വ്യക്തി എത്രത്തോളം നിങ്ങളെ അവോയ്ഡ് ചെയ്ത് നിന്നാലും നിങ്ങൾ അങ്ങോട്ട് പോയിട്ട് അല്ലെങ്കിൽ സുഖമാണോ ചായ പിടിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് അന്വേഷണമൊക്കെ ചോദിക്കുന്നതായിട്ടുള്ള ഒരു എനർജി ഒക്കെ ഉണ്ടാവുക. അങ്ങനെയുള്ള നിങ്ങളാണ് ഇപ്പോൾ നിങ്ങളുടെ ഹാപ്പിനെസ് നോക്കി നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിനെ മാത്രം നോക്കി മുന്നോട്ട് പോകും. നിങ്ങളുടെ ഹാപ്പിനെസ്സിന് ഇമ്പോർട്ടൻ്റ് കൊടുത്ത് സെൽഫ് ഹീലിംഗ്, സെൽഫ് ഗ്രോത്ത് എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടാകുക. പലരെയും സംബന്ധിച്ച് നിങ്ങളുടെ ഓറ വളരെ പവർഫുള്ളായിട്ടാണ് കാണിക്കുന്നത്. 7 ഓഫ് വാൻഡ്സ് എന്ന് പറയുമ്പം തന്നെ വളരെ മെഡിറ്റേഷനിലൂടെ നിങ്ങൾ ഇൻറ്റ്യൂഷൻ വളരെയധികം ശക്തിപ്പെടുത്താൻ പറ്റുന്ന ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ദ ഹയറോഫന്റ് കാർഡ് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ദ മെജീഷ്യൻ, ഞാനിപ്പോൾ പറഞ്ഞു വെച്ചതേ ഉള്ളൂ. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വളരെയധികം പവർഫുള്ളാണ്. ദ 7 ഓഫ് പെൻഡക്കിൾസ് കുറച്ച് പേരെ സംബന്ധിച്ചുള്ളത് 3 ഓഫ് സോഡസ് ബോട്ടം മുതൽ കുറച്ച് പേരെ സംബന്ധിച്ചെന്ന് പറയുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ഭാഗമൊക്കെ ചെയ്യേണ്ടതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നിൽക്കുകയാണ്. ഇനി ഇവിടെ നിങ്ങളായിട്ട് എന്തെങ്കിലും ഒരു എഫേർട്ട് കൂടുതലെടുത്താൽ ചിലപ്പം അത് നിങ്ങൾക്കൊരു വിലയില്ലാത്ത അവസ്ഥ വരുമെന്ന് തോന്നുന്നത് കൊണ്ടാകാം നിങ്ങളൊരു സ്റ്റെപ്പ് ബാക്ക് ചെയ്ത് പോയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഒന്ന് മാറി നിൽക്കുന്നുണ്ടാവുക. കാരണം ഈ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും കാര്യമൊന്നും ഇല്ല എന്നുള്ള എനർജിയിൽ നിൽക്കുന്നുണ്ടാകാം. ആ ഒരു വ്യക്തി പറയുന്നത് എന്താണോ അതാണ് ശരി എന്നുള്ള രീതിയിലുള്ള ആറ്റിറ്റ്യൂഡിലൊക്കെ നിൽക്കുന്ന വ്യക്തികളായിരിക്കാം. അങ്ങനെയായിരിക്കാം എനിക്കിവിടെ കുറച്ച് എക്സ്ട്രാസ് ആയിട്ട് എന്ന് പറയാറില്ലേ, ഒരു എനർജി അട്രാക്റ്റ് ചെയ്യാന്നൊക്കെ പറയില്ല, അങ്ങനെയുള്ള ഒരു രീതിയിലൊക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ വ്യക്തി വെയിറ്റിംഗ് ആണ്. ഇനിയും എനിക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് വരും എന്നുള്ള രീതിയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ അതിൻ്റെ ഇടയ്ക്കും നോക്കുന്നത് നിങ്ങളെയാണ്. കാരണം നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ നടക്കും, നിങ്ങളുടെ ലൈഫിൽ പുതിയൊരു വ്യക്തി വന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു വ്യക്തി ഇല്ലാതെ ഓക്കെ ആണോ, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ഈ ഒരു വ്യക്തി നിന്ന് മൂവ് ഓൺ ചെയ്യാമെന്നൊക്കെ പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നുള്ള രീതിയിലായിരുന്നു ആ ഒരു വ്യക്തിയുടെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു വ്യക്തിയുടെ ഒരു ഹേർട്ടിനെ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. കാരണം എത്രത്തോളം ആ ഒരു വ്യക്തിയിൽ തന്നെ നിങ്ങൾ ഡിപ്പെൻഡൻ്റ് ആയിട്ടുണ്ടോ അത്രത്തോളം നിങ്ങളുടെ ഹേർട്ട് ബ്രേക്ക് ആവുക, നിങ്ങളെ വേദനിപ്പിക്കുക എന്നുള്ള സാഹചര്യം നിങ്ങളുടെ ഫീലിങ്സിനെ വെച്ച് കളിച്ചതായിട്ട് കാണിക്കുന്നത്. അപ്പം ഈ ഒരു വ്യക്തിയുടെ അടുക്ക നിങ്ങളായതുകൊണ്ടായിരിക്കാം അഡ്ജസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ സ്വഭാവത്തിൽ പിടിച്ചു നിൽക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ വേറൊരാളാണെങ്കിൽ ഇട്ടേച്ച് പോകുന്നു, നിങ്ങൾ തന്നെ ആ ഒരു വ്യക്തിയോട് പലപ്പോഴും പോയിട്ടുണ്ടാകും, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞപ്പോഴും ആ ഒരു വ്യക്തിയുടെ തമാശ രീതിയിൽ കണക്കാക്കിയിട്ടുണ്ടാകും. ഒരിക്കലും ഇത്ര ഒരു ഡിസ്റ്റൻസിൽ നിങ്ങൾ ആ ഒരു വ്യക്തിയെ മാറ്റി നിർത്തുന്നൊന്നും ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് ഇമോഷണലായിട്ട് വലിയ അറ്റാച്ച്മെൻ്റ് ഒന്നും ഇങ്ങനെ അത്രയധികം രീതിയിൽ കാണിക്കാത്തൊരു വ്യക്തിയാണ്. നിങ്ങളെന്ന് പറഞ്ഞാൽ നേരെ മറിച്ചായിരിക്കും. കാരണം വളരെയധികം നിങ്ങൾക്കിപ്പം സങ്കടം വന്നാൽ ആ ഒരു വ്യക്തിയോട് പറഞ്ഞ് കരയുന്നൊക്കെ ഉണ്ടാകാം. പക്ഷെ എന്നിട്ടും ആ ഒരു വ്യക്തി അതൊന്നും കാര്യമാക്കാത്ത ഒരു കൂട്ടത്തിലാണ്. ഇവിടെ ഇപ്പോൾ ആ ഒരു വ്യക്തിയുടെ ഒരു തോട്ട് എന്ന് പറയുന്നത് നിങ്ങൾ ആ ഒരു വ്യക്തിയെ കെയർ ചെയ്ത ആ ഒരു രീതി, അല്ലെങ്കിൽ നിങ്ങളെങ്ങനെയാണോ വേറൊരു വ്യക്തിയിൽ നിന്നും വ്യത്യസ്തമാകുന്നത്, അതാണ് ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു ടൈമിൽ തിരിച്ചറിയുന്ന ഒരു കാര്യം എന്ന് നമുക്ക് പറയാം.
പറയാൻ വേണ്ടി പറ്റുന്നത്. കാരണം ഇപ്പോഴും ആ ഒരു വ്യക്തിക്ക് ഒരു ഹേർട്ട് ബ്രേക്ക് അല്ലെങ്കിൽ ഉറക്കമില്ലാത്ത അവസ്ഥ ഇങ്ങനെയൊക്കെ വരണമെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ അത്രത്തോളം നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ പറയാൻ വേണ്ടി പറ്റും. കാരണം അത്രയും ജെന്യൂനായിട്ടാണ് ഇവിടെ നിങ്ങളിൽ ഒരുപാട് പേര് നിന്നത്. പകരം ഇവിടെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും സാഹചര്യമാണ് നിങ്ങളെ ഒഴിവാക്കിയത് എന്നൊക്കെ തീരുമാനിക്കുമ്പോഴും നിങ്ങൾ വെയിറ്റിംഗ് ആണ്. കുറേ ആളെ സംബന്ധിച്ച് ഒരു മാറ്റം ഉണ്ടാവും അല്ലെങ്കിൽ എന്നുള്ള രീതിയിലൊക്കെ വെയിറ്റിംഗ് ആയിട്ടും കാണിക്കുന്നുണ്ട്. കാരണം നമുക്ക് ദ 7 of Wands നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. ദ മൊമെൻറ്റ് ദ 4 of Cups ആണ് കിട്ടിയിട്ടുള്ളത്. ദ King of Wands, then the Page of Cups, 4 of Cups, the 4 of Swords. ഓക്കെ, ആ ഒരു വ്യക്തിയുടെ മൈൻഡിൽ എന്ന് പറയുന്നത് നിങ്ങളെന്ന് പറയുന്നത് ഏതൊരു പ്രശ്നത്തിനും ആ ഒരു വ്യക്തിയുടെ മൈൻഡിലുണ്ടാകുന്ന ഏതൊരു പ്രശ്നം ഉണ്ടെങ്കിലും അതൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറ്റും എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. കാരണം ആ ഒരു വ്യക്തിയുടെ മൂഡ് എങ്ങനെയാണ്, സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും ആ ഒരു വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പി, ഒരു സമാധാനം എന്നുള്ള രീതിയിലൊക്കെ തോന്നുമ്പോൾ ആ ഒരു വ്യക്തിയുടെ മൈൻഡിൽ ഏറ്റവും കൂടുതൽ വന്ന് പറയണം എന്ന് ആഗ്രഹിക്കുന്നത് നിങ്ങളോടാണ്. പക്ഷെ അങ്ങനെയുള്ളിടയ്ക്കാണ് വ്യക്തി ഒരു ബ്ലോക്കഡ് ആയിട്ട് നിന്നിട്ടുണ്ടാവുക, ഒരു ഡിസ്റ്റൻസ് പാലിച്ചിട്ടുണ്ടാവുക. ആ ഒരു വ്യക്തി പോലും അറിയാതെ വ്യക്തിയുടെ ഒരു ലൈഫിൽ നടക്കുന്ന ഓരോരോ കാര്യങ്ങളും നിങ്ങളോട് വന്ന് പറയണം എന്നുള്ള രീതിയിലൊക്കെ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോഴൊക്കെ ആ ഒരു വ്യക്തി എന്താണ്, ഒരു സ്റ്റക്കഡ് എനർജിയിലാണ് നിൽക്കുന്നത്. കാരണം ഇപ്പോഴും ആ ഒരു വ്യക്തി ഹോപ്പുണ്ട്, ഒരു ചെറിയ രീതിയിൽ ഹോപ്പുണ്ട്. ഇത് തന്നെത്താനെ ഒന്ന് സോൾവ് ആക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എന്നുള്ള കുറേ പേരുടെ എനർജി വളരെയധികം ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ തെറ്റ് അംഗീകരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കുറച്ച് പേരുടെ എനർജി. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് പേരുടെ എനർജി ന്യൂ എനർജി ആയിട്ട് പുതിയതായിട്ട് ആ ഒരു വ്യക്തിയുടെ തെറ്റ് മനസ്സിലാക്കിയിട്ട് തിരിച്ചു വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ പേഴ്സണിനെ അറിയില്ല നമുക്ക് വെയിറ്റ് ചെയ്യണോ അല്ലെങ്കിൽ മുന്നോട്ട് പോകണം. കാരണം ആ ഒരു വ്യക്തിയുടെ മൈൻഡിൽ നിങ്ങളോടുള്ള ആ ഒരു റിലേഷൻഷിപ്പും ഓർമ്മകളും ഇപ്പോഴും ഒരു പൊടി തട്ടി അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എത്ര ഗ്യാപ്പ് വന്നാലും ആ ഒരു വ്യക്തിക്ക് ആ ഒരു അല്ലെങ്കിൽ നിങ്ങളോട് എപ്പോൾ സംസാരിക്കുന്നു അപ്പം മുതൽ ആ ഒരു വ്യക്തിക്ക് ഒരു ഫ്രഷ് ബിഗിനിങ്, ഒരു പുതിയ തുടക്കമാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് കാണിക്കുന്നത്. ഇതന്നെയാണ് ആ ഒരു പേഴ്സണ് മൈൻഡ് കൊണ്ട് ആഗ്രഹിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഒരു പുതിയ തുടക്കം നിങ്ങളുമായിട്ട് വേണം എന്നുള്ള രീതിയിൽ ആഗ്രഹിക്കുക. എത്ര തന്നെ സിറ്റുവേഷൻ നിങ്ങളുടെ ഇടയിൽ നിന്നും നിങ്ങളെ വേർപിരിച്ചാലും നിങ്ങൾ ആ ഒരു വ്യക്തിയുമായിട്ട് ചിലവഴിച്ചൊരു നിമിഷം, ഇപ്പോൾ ലോങ് ഡിസ്റ്റൻസ് ആണെങ്കിൽ എപ്പം കാണുക എന്ന് പറയുന്നത് പോസിബിളായിട്ടുള്ള കാര്യമൊന്നുമല്ല. ഓക്കെ, പോസിബിളായിട്ടുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ കോൾ ചെയ്ത് മെസ്സേജ് ചെയ്ത് ആ ഒരു ഓർമ്മകളാണെങ്കിൽ പോലും അത് ആ ഒരു വ്യക്തിക്ക് വളരെയധികം മൂല്യമുള്ള കാര്യങ്ങളായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ഇവിടെ വ്യക്തിക്ക് ഒരു ഡബിൾ മൈൻഡ് ഉണ്ടാകുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു വ്യക്തിയിലേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന കുറച്ച് കോൺസിക്വൻസ് ഉണ്ട്. അതായത് കുറച്ച് പ്രശ്നങ്ങൾ ചിലപ്പം സ്വാഭാവികമായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാകാം. അത് എങ്ങനെ അല്ലെങ്കിൽ എങ്ങനെ അതൊക്കെ ഓവർകം ചെയ്യും എന്നത് ആലോചിക്കുമ്പോൾ ആ ഒരു വ്യക്തി ആ ഒരു മൊമെൻറ്റിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ചിലപ്പോൾ ആ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ആ ഒരു വ്യക്തിയായിട്ട് ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഉണ്ടാക്കി വെച്ച പ്രശ്നങ്ങളായിരിക്കാം. അങ്ങനെയുള്ളത് ആ ഒരു വ്യക്തിയായിട്ട് സോൾവ് ചെയ്തില്ലേ പറ്റൂ. അപ്പോൾ അങ്ങനെയുള്ള ടൈമിൽ ആ ഒരു വ്യക്തിക്ക് അറിയില്ല ഇതൊക്കെ ചെയ്യണമെങ്കിൽ, ഇതൊക്കെ നിങ്ങളുമായിട്ടൊരു തുടക്കം വേണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ഉപേക്ഷിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ആക്ഷൻ എടുക്കാൻ വ്യക്തി തയ്യാറായിട്ടുണ്ടാവണം എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ വ്യക്തിയുടെ എന്നുള്ള രീതിയിൽ പഴയ ഒരു എനർജിയും അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു എനർജിയിലേക്ക് മാറണമെങ്കിൽ കുറച്ച് അധികം കഷ്ടപ്പെടേണ്ടതായിട്ടുണ്ട്. കാരണം ഒരുപാട് ഈഗോ, അതുപോലെ തന്നെ പല കാര്യങ്ങൾ ഓവർ തിങ്കിങ്ങും അതൊക്കെ ഉള്ള കൂട്ടത്തിലായിരിക്കാം. അല്ലെങ്കിൽ ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇമോഷണലൊന്നും അത്ര വലിയ കൂട്ടത്തിലൊന്നും ഇല്ലാത്ത രീതിയിലുള്ള വ്യക്തികളൊക്കെ ആണെങ്കിൽ പല കാര്യങ്ങളും വ്യക്തിക്ക് മാറ്റേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതൊക്കെ മാറ്റിയിട്ട് ഒരു 100%, ഒരു 50, ഒരു 60% കമ്മിറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുള്ളൂ. കാരണം നിങ്ങളുടെ പാർട്ട് എന്ന് പറയുന്നത്, നിങ്ങളുടെ ഭാഗം എന്ന് പറയുന്നത് നിങ്ങൾ ഓൾമോസ്റ്റ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരുപാട് പേരെ സംബന്ധിച്ച്. കാരണം അത്ര എഫേർട്ട് ഇട്ടു. നിങ്ങൾക്കൊരു 60% ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു എഫേർട്ട് ഇടാൻ പറ്റുമെങ്കിൽ ആ ഒരു വ്യക്തിക്ക് ബാക്കി 40 സ്വാഭാവികമായിട്ട് ഇടാം അല്ലേ. ഒരു 50-50 ചാൻസ് എന്ന് പറയുന്നത് ഒരു പരസ്പരം അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ കൊണ്ടുപോകേണ്ട ഒരു മനസ്സിലാക്കി കൊണ്ടുപോകേണ്ട ഒരു ഇതാണ്. എപ്പോഴും ഒരാൾ മാത്രം ഒരു ദിശയിലേക്ക് തുഴഞ്ഞു പോയാൽ അധിക നാളൊന്നും ആ ഒരു തോണി ഓടാനൊന്നും പോകുന്നില്ല അല്ലേ. അപ്പം എന്തുണ്ടാവും, സ്വാഭാവികമായിട്ട് ആ തുഴയുന്ന ആൾക്ക് എന്തുണ്ടാവും, മടുപ്പുണ്ടാവും അല്ലേ. മടുപ്പെന്ന് പറയാൻ പറ്റില്ല, എന്നാലും തളരുമല്ലേ. അപ്പോൾ എന്തുണ്ടാവും,
നടുക്ക് വെച്ച് മുങ്ങിപ്പോണോ? അല്ല, അങ്ങനെയൊന്നും പറ്റില്ലല്ലോ. കാരണം വെച്ചാൽ അതുപോലെ തന്നെയാണ് ഇവിടെ രണ്ടുപേരും ഒരേപോലെ ഒരു ദിശയിൽ തുഴഞ്ഞാൽ മാത്രമേ ഒരു നല്ലൊരു സക്സസ് എന്നുള്ള രീതിയിലേക്ക്, അല്ലെങ്കിൽ അപ്പുറത്തെ കരയിൽ മറുകരയിലേക്ക് എത്താൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ കാണിക്കുന്നുണ്ട്. അതിനെന്ത് വേണം? രണ്ടുപേരും, നിങ്ങൾ മാത്രം എഫേർട്ട് ഇട്ടാൽ പോരാ. അപ്പോൾ അതിനുള്ളൊരു തിരിച്ചറിവാണ് പലരും കൊടുത്തിട്ടുള്ളത്. വളരെ നല്ല കാര്യമാണ്. ചില തിരിച്ചറിവുകൾ നമ്മുടെ മുന്നിൽ എല്ലാ കാര്യം ഉണ്ടാകുമ്പോൾ നമുക്കത് മനസ്സിലായിക്കൊള്ളുന്നില്ല. നേരെ മറിച്ച് അത് കുറച്ചൊന്ന് മാറി നിൽക്കുമ്പോൾ മാത്രമേ അത് എത്രത്തോളം വിലയുള്ളതാണ്, മൂല്യമുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. ഇനി നമുക്ക് നിങ്ങൾക്ക് ടാരറ്റ് ഗൈഡൻസ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ആവശ്യത്തിലധികം ഒരു വിഷമം ഈ ഒരു റിലേഷൻഷിപ്പ് വഴി ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതൊരിക്കലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറയില്ല. കാരണം എന്ന് വെച്ചാൽ ഈ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഭയങ്കരധികം നിങ്ങൾ മാത്രം എഫേർട്ട് എടുത്ത് ഇപ്പം പറഞ്ഞ കാര്യം തന്നെയാണ്, എഫേർട്ട് എടുത്ത് മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ ഓവറായിട്ട് ടെൻഷൻ ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് വിട്ട് കളയുക എന്നുള്ള രീതിയിലാണ് കാണിക്കുക. ആ ഒരു ടൈം നിങ്ങൾ സെൽഫ് ഹീലിങ്ങിന് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുക, നിങ്ങൾക്കായിട്ട് പ്രാധാന്യം കൊടുക്കുക എന്നുള്ള രീതിയിലാണ് ഒരിക്കലും വ്യക്തിയുടെ ഓർമ്മകളിൽ മാത്രം സ്റ്റക്കഡായിട്ട് നിൽക്കരുത്. ഇനി നേരം മറിച്ച് നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് എഫേർട്ട് എടുക്കുന്നതിലും തെറ്റൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ അത് നിങ്ങളുടെ ഭാഗത്താണ് തെറ്റ്. നമുക്കറിയാമല്ലോ ആരുടെ ഭാഗത്ത് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ തെറ്റുണ്ടാവുന്നത് എന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ നിങ്ങൾക്കായിട്ട് എഫേർട്ട് എടുക്കേണ്ട സാഹചര്യമാണെങ്കിൽ അവർ വെയിറ്റ് ചെയ്ത് നിന്നിട്ട്, അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കട്ടെ, ഞാൻ എപ്പോഴും നിൽക്കുന്ന പോലെ മിണ്ടാതിരിക്കാം എന്ന് പറഞ്ഞിട്ട് അതിനൊന്നും വലിയ ലോജിക്കൊന്നുമില്ല. രണ്ടുപേരും അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോവുകയാണെങ്കിൽ ഇത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് പോകാവുന്ന ഒരു ഇതാണ്. നേരെ മറിച്ച് രണ്ടുപേരും നല്ല അടിപൊളിയായിട്ട് ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയൊക്കെ ആണെങ്കിൽ ഇത് കുറച്ച് നാൾ അതേപോലെ നീണ്ടു നിൽക്കാനുള്ള ചാൻസും കുറച്ച് കൂടുതലാണ്. രണ്ടുപേർക്കും നല്ല കട്ടൊക്കെ നിൽക്കുന്ന ഒരു എനർജിയാണ്. കാരണം ഈഗോ ഉണ്ട്, രണ്ടുപേർക്കും അത് ഉണ്ട്, ഒരേപോലെ ഉണ്ട്. അതുപോലെ തന്നെ വാശിയും അതും രണ്ടുപേർക്കും ഒരേപോലെ ഉണ്ട്. നിങ്ങൾ ആദ്യം അങ്ങനെ ആയിരുന്നില്ല, ചിലപ്പോൾ ആ ഒരു വ്യക്തിയായിട്ട് ആക്കിയതായിരിക്കും. എന്നിരുന്നാലും ഒരാൾ കുറച്ച് താണാൽ മാത്രമേ മറ്റൊരു റിലേഷൻഷിപ്പിൽ, അല്ലെങ്കിൽ ഇവിടെ ഒരു ടൈം പീരീഡാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ പോകാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. ഇനിയിപ്പോൾ അതിപ്പം ഓരോരുത്തർക്കും അറിയാമല്ലോ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് പോകുന്നത് എന്നുള്ള രീതിയിലൊക്കെ അറിയാമല്ലോ. അപ്പോൾ ഗൈസ്, ഇതാണ് ഞങ്ങൾക്കുള്ള റീഡിങ്. കോണ്ടാക്റ്റാണ്, എന്നാൽ പിന്നെ അങ്ങോട്ട് പോയി മിണ്ടാം എന്നുള്ള രീതിയിൽ, അങ്ങോട്ട് പോയി മിണ്ടണം എന്നുള്ള രീതിയിലൊന്നും അല്ല പറഞ്ഞ് വെയിറ്റിംഗ് ചെയ്യുക. എന്നിട്ടത് ചേഞ്ച് ഇല്ലെങ്കിൽ നമുക്ക് നോക്കാം എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഗൈസ്, ഇതാണ് ഞങ്ങൾക്കുള്ള റീഡിങ്. നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമായെന്ന് വിശ്വസിക്കാൻ, ഇഷ്ടം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത റീഡിങ് കാണുന്നവരെ ബൈ.